മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ കണ്ണൂർ കണ്ണവത്ത് കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ യുവതിയെ കാണാതായിട്ട് 13 ദിവസമായി. സൂചനയൊന്നും ലഭിച്ചില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഉൾക്കാട്ടിലും തെരച്ചിൽ നടത്തും. സ്ക്വാഡുകളായി തിരിഞ്ഞ് ഇന്ന് സംയുക്ത തെരച്ചിൽ നടത്തും. പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ സന്നദ്ധ സംഘടനകളും ഭാഗമാകുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. അർജുൻ കല്യാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സംഭവ സ്ഥലത്ത് നിന്ന് അർജുൻ കല്യാട്, 13 ദിവസമായി കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ യുവതി വഴിതെറ്റി ഉൾക്കാട്ടിൽ പെട്ടുപോയതാണോ? വനംവകുപ്പ് എല്ലായിടത്തും തെരഞ്ഞോ? സുജിയ, ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ വനം വകുപ്പും അതുപോലെ തന്നെ പോലീസും തണ്ടർബോൾട്ടും സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 13 ദിവസമായി ഇതേ രീതിയിൽ തന്നെയുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 13 ദിവസത്തെ തിരച്ചിലിനും ഒരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ഈ സിന്ധുവിനെ കാണാതായതോടുകൂടി തന്നെ ഇവരുടെ ബന്ധുക്കളും നാട്ടുകാരും അത്തരത്തിൽ ഇവരെ പറ്റി നല്ല ധാരണയുള്ളവരും ചേർന്ന് ഒരു പ്രാഥമികമായിട്ടുള്ള തിരച്ചിൽ പൂർത്തിയാക്കിയിരുന്നു. പിന്നീടാണ് ഇത് പോലീസിലേക്ക് പരാതിപ്പെടുകയും അങ്ങനെ പോലീസ് കഴിഞ്ഞ 1-ാം തീയതിയോടുകൂടിയാണ് ഇത് തിരച്ചിൽ പോലീസും അതുപോലെ തന്നെ വനം വകുപ്പൊക്കെ ഈ തിരച്ചിൽ ഏറ്റെടുക്കുന്നത്. അങ്ങനെ തിരച്ചിൽ നടത്തിയ ഘട്ടത്തിൽ പോലും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസും വനം വകുപ്പും എല്ലാം തന്നെ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കണ്ണവം വനമേഖലയിലെ ഒരു തിരച്ചിൽ സംഘത്തോടൊപ്പമുള്ളതാണ് അവരോടൊപ്പമാണുള്ളത്. അറക്കൽ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗത്തും ഒരു സംഘം ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അല്പസമയത്തിനകം തന്നെ അവിടുത്തെ തിരച്ചിൽ പൂർത്തിയാക്കി മുകളിലേക്ക് വരികയും ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരം ഇന്ന് ഈ സംഘം പൂർത്തിയാക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തണ്ടർബോൾട്ട് സംഘവും ഉൾക്കാട്ടിലേക്ക് തിരച്ചിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി തണ്ടർബോൾട്ട് സംഘവും ഈ സംഘത്തോടൊപ്പമുണ്ട്. കണ്ണവം SI ലതീഷ് സാറുണ്ട്. സാർ, ഇപ്പോൾ തെരച്ചിൽ ഏകദേശം ഒരു 4 കിലോമീറ്റർ പരിധിയിൽ ഇന്ന് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണോ? ഇന്ന് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത്ര നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മളുടെ ഒരു ടീം താഴെ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവർ ഒരു മണിക്കൂറോളമായി അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ മുകളിലേക്ക് വന്നാൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്താൽ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് തെരച്ചിലിനായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ തന്നെ വനത്തിന് പുറമേയും പുറത്ത് പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ റോഡുകൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നുണ്ടല്ലേ സമാന്തരമായിട്ട് അത്തരം പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. പരമാവധി നമ്മൾ റോഡിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ CCTV ഫുട്ടേജുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാൻ സാധ്യതയുണ്ടോ എന്ന നിലയിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലും നമ്മൾ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. തിരിച്ചെത്താം. അർജുൻ കല്യാട്, സ്ക്വാഡുകളായി തിരിഞ്ഞാണ് കണ്ണവത്തെ കാട്ടിലെ തെരച്ചിൽ